ഹലോ, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയുടെ കൂടെ എല്ലാം ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചെമ്മീൻ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ റെസിപ്പിയിലും പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്നാക്കി വെക്കാറുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാറുണ്ട്. അത് നോക്കിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അതും കൂടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. തക്കാളി അതുപോലെ തന്നെ എടുത്തിട്ട് മാഷ് ചെയ്തെടുത്താലും മതി, വലിയൊരു തക്കാളി ഇതിലോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതോടെ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ പൗഡേഴ്സ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്കെല്ലാം റെഡിയാക്കി വെക്കാം. പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഇതിൻ്റെ അളവും അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു മീഡിയം സൈസ് ഉള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ട്രാൻസ്പാരന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ റോസ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഇത് കറണ്ട് പോയി കുറച്ച് നേരം, അതാണ് ലൈറ്റ് ഇതുപോലെ മങ്ങൽ വന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റ് ചേർത്ത ശേഷം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്ന സമയത്ത് ഇതേ ഓയിലൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതേ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നതായിട്ട് കാണാം. ഈ ഒരു സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്ത ശേഷം മസാലയും ചെമ്മീനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. 1-2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൂടെ ചേർത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക.
ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. പിന്നെ ചെമ്മീൻ 5 മിനിറ്റിൽ കൂടുതൽ ഒത്തിരി നേരം കിടന്ന് വേവിക്കരുത്. 5 മിനിറ്റ് കൂടുതൽ ഈ ചെമ്മീൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായി പോകും, എന്നിട്ട് റബ്ബർ പോലെ ഇരിക്കും, പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ചെമ്മീൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ബോയിലിംഗ് വാട്ടറിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വാട്ടർ ചേർത്ത് കൊടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ തിളച്ച് മറയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ മുകളിൽ തൂവി കൊടുത്ത ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഇവിടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.